നമസ്കാരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത അട്ടിമറിയിലൂടെ വിജയം കൊയ്ത ദളപതി വിജയിയെ വെല്ലുവിളിച്ച് നടി ജൂലി രംഗത്തെത്തിയ വാർത്ത നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഭരണത്തിലിരുന്ന എം.കെ. സ്റ്റാലിനെയും DMK-യെയും അപ്രതീക്ഷിതമായി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി 108 സീറ്റുകൾ നേടി വിജയ് അധികാരമുറപ്പിച്ച പശ്ചാത്തലത്തിലാണ് ബിഗ് ബോസ് താരമായ ജൂലി തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. DMK പ്രതിപക്ഷത്തിരിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് വിജയ് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കുമെന്നും പോരാട്ടവീര്യമുള്ള തങ്ങൾ ഗോദയിൽ കാണാമെന്നും ജൂലി വെല്ലുവിളിച്ചു. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ജയപരാജയങ്ങൾ ഇല്ല എന്നും തോൽവിയിൽ തളരുന്നവരല്ല തങ്ങളെന്നും പറഞ്ഞ ജൂലി വിജയുടെ ആദ്യ രാഷ്ട്രീയ പ്രവേശനം DMK-യുടെ കരുത്തിനു മുന്നിൽ പരീക്ഷിക്കപ്പെടുമെന്നും കൂട്ടിച്ചേർത്തു. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് എന്ന തമിഴ് ശൈലിയിലുള്ള ജൂലിയുടെ വാക്കുകൾ വിജയ് ആരാധകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെയും വ്യക്തിജീവിതത്തെയും രൂക്ഷമായി വിമർശിച്ച ജൂലി വിജയ് ഒരിക്കലും ജയിക്കില്ലെന്ന് മുൻപ് പ്രവചിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വിജയ് അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ DMK-യുടെ പ്രതിപക്ഷ ശക്തിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന ജൂലിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. വിജയ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ജൂലിയെപ്പോലുള്ളവരുടെ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ പോരാട്ടങ്ങൾക്ക് വഴിമരുന്നിടുമെന്ന് ഉറപ്പാണ്. അതേസമയം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 107 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ തമിഴക വെട്രി കഴകം സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾക്ക് വേഗം കൂട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ 11 സീറ്റുകളുടെ കുറവാണ് വിജയുടെ പാർട്ടിക്കുള്ളത്. എന്നാൽ കോൺഗ്രസ്, PMK, CPM, CPI, മുസ്ലിം ലീഗ് എന്നീ കക്ഷികൾ പിന്തുണ പ്രഖ്യാപിച്ചാൽ വിജയ് കേവല ഭൂരിപക്ഷം അനായാസം മറികടക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ DMK മുന്നണി വിട്ട് ഈ കക്ഷികൾ TVK-യോടൊപ്പം ചേരുമോ എന്നാണ് തമിഴ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്വതന്ത്രരെയും ചെറുകക്ഷികളെയും ഒപ്പം നിർത്താനുള്ള അതിവേഗ നീക്കങ്ങളാണ് വിജയ് നടത്തുന്നത്. DMK സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച CPM നേതൃത്വത്തെ വിജയ് നേരിട്ട് ബന്ധപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പത്മനാഭപുരം, കീഴ്വേലൂർ എന്നീ മണ്ഡലങ്ങളിൽ വിജയിച്ച 2 MLA-മാരാണ് CPM-നുള്ളത്. ഇവരുടെ പിന്തുണ TVK-ക്ക് നിർണായകമാണ്. TVK-യുടെ അമ്പരപ്പിക്കുന്ന മുന്നേറ്റത്തിന് പിന്നാലെ വിജയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സൂചനയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. യുവാക്കളുടെ ശബ്ദം പ്രതിഫലിക്കുന്ന ഈ ജനവിധി അവഗണിക്കാൻ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. DMK ക്യാമ്പിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. എന്തായാലും ഇതോടെ തമിഴ്നാട്ടിൽ DMK മുന്നണി തകരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. മുഖ്യമന്ത്രി M.K. സ്റ്റാലിന്റെ അപ്രതീക്ഷിത പരാജയവും പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയും DMK പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു. അതിനു പുറകെയാണ് കോൺഗ്രസ് TVK-യുമായി കൈകോർക്കാൻ പോകുന്നു എന്ന വാർത്തകളും വരുന്നത്. 2011 മുതൽ തുടർച്ചയായി വിജയിക്കുന്ന കൊളത്തൂർ മണ്ഡലത്തിൽ നിന്ന് TVK സ്ഥാനാർത്ഥിയായ VS ബാബുവിനോടാണ് സ്റ്റാലിൻ 8000-ലേറെ വോട്ടിന് പരാജയപ്പെട്ടത്. ഇതോടെ നിയമസഭയിൽ പ്രതിപക്ഷത്തെ ഉദയനിധി സ്റ്റാലിൻ നയിക്കുമെന്നാണ് റിപ്പോർട്ട്. ചെക്പോക്ക് തിരുവള്ളിക്കേനിയിൽ നിന്നും വിജയിച്ച ഉദയനിധിക്ക് ഇനി പാർട്ടിയെ തകർച്ചയിൽ നിന്നും കരകയറ്റുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. ചെന്നൈ മേഖലയിൽ ഉദയനിധിയെ കൂടാതെ മന്ത്രി PK ശേഖർ ബാബു മാത്രമാണ് DMK നിരയിൽ വിജയിച്ച പ്രമുഖൻ. വിജയ് മുഖ്യമന്ത്രിയും ഉദയനിധി പ്രതിപക്ഷ നേതാവുമായാൽ 2 നടന്മാർ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്ത ധ്രുവങ്ങളെ നയിക്കുന്ന ചിത്രവും എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും.